മിനിമം ബഡ്ജറ്റിൽ റിസോർട്ട് പോലെ ഒരു വീട് എങ്ങനെ പണിയാമെന്നതാണ് ഇന്നത്തെ വിഷയം. സാധാരണ ഒരു റിസോർട്ടിൽ നിന്ന് ലഭിക്കുന്ന കംഫർട്ട്, റിലാക്സേഷൻ, എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്നിവ മുൻനിർത്തി വേണം നമ്മൾ വീട് നിർമ്മിക്കേണ്ടത്. ചില കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ചാൽ ഇത് നമുക്കും ചെയ്യാവുന്നതാണ്. 1. സിംപ്ലിഫൈഡ് ഡിസൈൻ ആൻഡ് ലേഔട്ട്. അനാവശ്യ ട്രെൻഡുകൾ ഒഴിവാക്കി ഒരുപാട് കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു സിമ്പിൾ ലേഔട്ടുള്ള പ്ലാനും എക്സ്റ്റീരിയറുമാണ് നമ്മൾ ഇതുപോലെയുള്ള വീടുകൾ പണിയുമ്പോൾ പരിഗണിക്കേണ്ടത്. സാധാരണ നമ്മൾ ഒരു പ്ലാനിൽ ഒരു മൂലയ്ക്ക് കൊണ്ടുവെക്കുന്ന കിച്ചണും അതിനോട് കൂടി ഇരിക്കുന്ന ഡൈനിങ് സ്പേസും ഓപ്പൺ ലിവിങ് സ്പേസും ആകണം ഇങ്ങനെയുള്ള വീടുകളുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അനാവശ്യമായി ഭിത്തികൾ കൊണ്ട് മറയ്ക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു റിസോർട്ട് സ്റ്റൈൽ സ്പേസ് ആണെന്ന ഒരു പ്രതീതി ഇതുമൂലം നമുക്ക് ലഭിക്കുന്നു. മുറികൾ പ്ലാൻ ചെയ്യുമ്പോൾ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫർണിച്ചർ ലേഔട്ടോട് കൂടെയുള്ള മുറികൾ പ്ലാൻ ചെയ്യുക. ഫർണിച്ചർ ലേഔട്ട് ഉള്ളത് കൊണ്ട് തന്നെ മുറികളുടെ ഫങ്ഷനാലിറ്റി നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അനാവശ്യമായ ഹാൾവേ, മുറികൾ എന്നിവ എല്ലാം ഇതുമൂലം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ബജറ്റ് ടൈപ്പ് വീടായതുകൊണ്ട് തന്നെ ഗസ്റ്റ് ബെഡ്റൂം തൽക്കാലം നമുക്ക് പരിഗണിക്കേണ്ടതില്ല. മൾട്ടി ഫങ്ഷണൽ ആയിട്ടുള്ള സ്പേസസ് ആണ് പകരം നിർമ്മിക്കേണ്ടത്. 2. നാച്ചുറൽ മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷസ്. പ്രാദേശികമായി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഉദാഹരണത്തിന് മുള, മരത്തടി, പ്രാദേശികമായി നിർമ്മിച്ച ഇഷ്ടികകൾ, ഇവയെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന ഹൈ എൻഡ് മെറ്റീരിയൽസിനേക്കാളും അഫോർഡബിൾ ആണ്. എന്നിരുന്നാലും ഒരു നാച്ചുറൽ വാം റസ്റ്റിക് ഫീൽ തരാൻ ഇതുപോലുള്ള മെറ്റീരിയൽസിന് സാധിക്കും. എക്സ്പോസ്ഡ് ആയിട്ടുള്ള മരങ്ങൾ, കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്, പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജിക്കലായി പ്ലാസ്റ്റർ ചെയ്യാത്ത ചുമരുകൾ, ഇവയെല്ലാം നല്ലൊരു ആംബിയൻസ് നൽകാൻ സഹായിക്കും. കാരണം മുന്നേ പറഞ്ഞ മെറ്റീരിയൽസിനെല്ലാം നാച്ചുറലായി തന്നെ ഒരു ടെക്സ്ചർ ഉണ്ട്. അതാണ് അതിൻ്റെ ഭംഗിയും. മുഴുവൻ പ്ലാസ്റ്റർ ചെയ്ത ഒരു വീട്ടിൽ ഈ ഫീൽ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. നന്നായി ട്രീറ്റ് ചെയ്തിട്ടുള്ള ലോ മെയിൻ്റനൻസ് ഉള്ള മെറ്റീരിയൽസ് ഇതുകൊണ്ട് തന്നെ ഉപയോഗിക്കുക. വീടിനുള്ളിൽ ഉള്ളതുപോലെ തന്നെ വീടിന് പുറത്തും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഔട്ട്ഡോർ ഏരിയാസിൽ ലോക്കലായി അവൈലബിളായ അഫോർഡബിളായ സ്റ്റോൺ, പെബിൾസ്, ഗ്രാവൽസ് എന്നിവ ഗാർഡൻസ്, വാക്ക് വേ, ഔട്ട്ഡോർ പാറ്റിയോസ് എന്നീ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുക. വാക്ക് വേ വേണമെങ്കിൽ നമുക്ക് വിവിധ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഇതിനായി ഒന്ന് മെനക്കെടണം എന്ന് മാത്രം. 3. സ്മാർട്ട് യൂസ് ഓഫ് ലൈറ്റ് ആൻഡ് സ്പേസ്. സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മുറികളിൽ ആവശ്യത്തിന് ലൈറ്റ് ഇല്ല എന്നതും ഒരുപാട് ലൈറ്റ് കുത്തി നിറയ്ക്കുക എന്നതും. ആവശ്യങ്ങൾ മുൻനിർത്തി വേണം ലൈറ്റുകൾ കൊടുക്കാൻ. കിച്ചണിൽ കൊടുക്കുന്ന രീതിയിലല്ല ബെഡ്റൂമിൽ ലൈറ്റ് കൊടുക്കേണ്ടത്. അതുപോലെയല്ല ലിവിങ് സ്പേസിൽ പരിഗണിക്കേണ്ടത്. ആവശ്യങ്ങൾ പരിഗണിച്ച് വേണം ലൈറ്റുകളും അവയുടെ വാംനെസ്സും സെറ്റ് ചെയ്യാൻ. പകൽ സമയത്ത് പ്രകാശം കിട്ടുന്ന രീതിയിൽ വലിയ ജനാലകൾ, ഗ്ലാസ് ഡോറുകൾ എന്നിവ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. വീടിനെ അകമായും പുറമായും വേർതിരിക്കാതെ ഒരു നാച്ചുറൽ ഫ്ലോയും ഓപ്പൺനെസ്സും ഇതുമൂലം നമുക്ക് കിട്ടും. സെക്യൂരിറ്റി കൂടെ കണക്കിലെടുത്ത് വേണം ഇത് പ്ലാൻ ചെയ്യുമ്പോൾ. ചെറിയ സ്ഥലങ്ങളിൽ നമുക്ക് നന്നായി ബോർഡർ കൊടുത്ത വലിയ കണ്ണാടികൾ കൊടുക്കാം. വലിയ ചിലവില്ലാതെ തന്നെ ഒരു ലക്ഷറി ഫീലും സ്ഥല വലിപ്പവും ക്രിയേറ്റ് ചെയ്യാൻ കണ്ണാടികൾ നമ്മെ സഹായിക്കും. കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഷാൻഡലിയറിന് പകരം സിമ്പിൾ ഡിസൈൻ ആയിട്ടുള്ള ഒരു ഹൈ സീലിംഗ് ഒരു റിസോർട്ട് ഫീൽ തരാൻ നമ്മെ സഹായിക്കും. 4. അഫോർഡബിൾ ലാൻഡ്സ്കേപ്പിംഗ് ഫോർ ഔട്ട്ഡോർ റിസോർട്ട് ലിവിംഗ്. നമ്മൾ ഒരു റിസോർട്ടിൽ പോയാൽ മുഴുവൻ സമയവും മുറികൾക്കുള്ളിലല്ല ചിലവഴിക്കുക. പുറത്തായിരിക്കും കൂടുതൽ ആക്ടിവിറ്റീസ്. അതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ പറമ്പിലും ചെയ്യാൻ നോക്കുക. പുറത്തിരിക്കാനുള്ള ഒരു സ്പേസ്, ക്യാമ്പ് ഫയർ, ബാർബിക്യൂ പോലുള്ള സംവിധാനങ്ങൾ, ഗെയിംസിനുള്ള സ്ഥലങ്ങൾ, ഇവയെല്ലാം നമ്മളെ പ്രകൃതിയിലേക്ക് കൂടുതൽ അടുപ്പിക്കും. മാനസിക ഉല്ലാസത്തിനും കൂടുതൽ ക്രിയേറ്റീവ് ആകാനും ഇതുമൂലം നമുക്ക് സാധിക്കും. ലോക്കലായി അവൈലബിൾ ആയിട്ടുള്ള മരങ്ങൾ, ചെടികൾ എന്നിവ മതി നമുക്ക്. ഒരുപാട് മെയിൻ്റനൻസ് ഉള്ള വലിയ ചെടികളും മരങ്ങളും ഒന്നും വേണ്ട. അതുപോലെ സിമ്പിൾ വാട്ടർ ബോഡീസ് നമുക്ക് കൊടുക്കാം. വലിയ ഒരു സ്വിമ്മിംഗ് പൂളിന് പകരം ചെറിയ കുളങ്ങൾ, ചെറിയ ഫൗണ്ടെയിനുകൾ, ബേർഡ് ബാത്ത് എന്നിവ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതെല്ലാം പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യും. ഗാർഡനിൽ തന്നെ വുഡൻ ഡെക്ക്, അതുപോലെ സ്റ്റോൺ പാറ്റിയോസ് അല്ലെങ്കിൽ സമാനമായവ നിർമ്മിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഔട്ട്ഡോർ ഡൈനിങ് സ്പേസ് അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് സ്പേസായി ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇവയെല്ലാം ഉൾപ്പെടുത്തി ഒരു നല്ല ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ട്രോപ്പിക്കൽ റിസോർട്ട് ഫീൽ നമുക്ക് ലഭിക്കും. 5. ഫോക്കസ് ഓൺ കംഫർട്ടബിൾ റിലാക്സിങ് ഫർണിച്ചർ. നമുക്ക് വില കൂടിയ ഫർണിച്ചർ ആവശ്യമില്ല. സിമ്പിളായ കംഫർട്ടബിൾ ഫർണിച്ചേഴ്സ് ഉപയോഗിക്കുക. സെക്കൻഡ് ഹാൻഡ് സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈൻ മാർക്കറ്റുകളിൽ നിന്നോ അഫോർഡബിളായ യുണീക്കായ ഫർണിച്ചറുകൾ നമുക്ക് കണ്ടെത്താം. വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കസേര എടുത്ത് വീടിന് പുറത്ത് പറമ്പിലിട്ടിരിക്കുന്ന ഒരു ഫീൽ തന്നെ വേറെയാണ്. അപ്പോൾ ലക്ഷറി അല്ല, അങ്ങനെ ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. കഴിയുമെങ്കിൽ വുഡൻ ബെഞ്ച്, കോഫി ടേബിൾ, സ്വിംഗ് ചെയർ ഇതൊക്കെ DIY പ്രോജക്ട്സ് ആക്കി നമുക്ക് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കാം. 6. സ്പാ ലൈക്ക് എലിമെൻറ്റ്സ് ഓൺ എ ബഡ്ജറ്റ്. നമ്മൾ വീട് പണിയുമ്പോൾ സ്ഥിരം ചെയ്യുന്ന പണിയാണ് താമസക്കാരേക്കാൾ കൂടുതൽ മുറികൾ പണിയുക എന്നതും അതിനോട് കൂടെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം പണിയുക എന്നതും.
ഈ എണ്ണം കുറച്ച് ക്വാളിറ്റി കൂടിയ ബാത്റൂം പണിയുമ്പോൾ തന്നെ ഉള്ള ബാത്റൂമുകളുടെ മാനം വർദ്ധിക്കുന്നു. വലിപ്പം കൂട്ടി ബാത്ത് ടബ്, റെയിൻ ഷവർ എന്നീ സൗകര്യങ്ങൾ നമ്മുടെ ബാത്റൂമുകളിലേക്ക് കൊണ്ടുവരാൻ ഇതുമൂലം സാധിക്കും. അതുപോലെ തന്നെ മുള കൊണ്ടോ വുഡ് കൊണ്ടോ ഫെൻസിങ് കൊടുത്ത് ഔട്ട്ഡോർ സ്പാ നമുക്കുണ്ടാക്കാം. ഇതെല്ലാം ഒരു റിസോർട്ട് ടച്ച് നമ്മുടെ വീടുകൾക്ക് നൽകും. 7. സ്മാർട്ട് ടെക്നോളജി ഫോർ എഫിഷ്യൻസി. ഫാൻസി ഷാൻഡ്ലിയേഴ്സിന് പകരം എഫിഷ്യൻറ്റ് LED ലൈറ്റ്, സോളാർ പവേർഡ് ലൈറ്റ്സ് എന്നിവ ഉപയോഗിക്കുക. കേടായതോ എനർജി കൺസ്യൂം ചെയ്യുന്നതോ ആയ ആവശ്യമില്ലാത്ത അപ്ലയൻസസ് വീട്ടിൽ സൂക്ഷിക്കാതെ അതെടുത്ത് ഒഴിവാക്കുക. നമ്മുടേത് ഒരു വീടാണ്, ഗോഡൗൺ അല്ല എന്നത് മനസ്സിലാക്കണം. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്ലയൻസസ് വാങ്ങുക, ഉള്ളത് മെയിൻ്റനൻസ് ചെയ്ത് സംരക്ഷിക്കുക. ലോങ് ടേമിൽ കറണ്ട് ബില്ല് ചെക്ക് ചെയ്യുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും. 8. ആക്സൻ ഡെക്കോ ആൻഡ് റിസോർട്ട് ആംബിയൻസ്. മിനിമലിസ്റ്റിക് ഡെക്കോ. സിമ്പിൾ നാച്ചുറൽ തീമായിട്ടുള്ള ഡെക്കോസ് യൂസ് ചെയ്യുക. ന്യൂട്രൽ കളേഴ്സായ കുഷ്യൻസ്, നാച്ചുറൽ വുഡ് ആക്സൻസ്, ഇൻഡോർ പ്ലാന്റ്സ്, വോൺ റെക്സ് ഇതെല്ലാം ഒരു റിസോർട്ട് ഫീൽ നമുക്ക് തരും. DIY ഡെക്കോ. നമ്മൾ തന്നെ വരച്ച അല്ലെങ്കിൽ കുട്ടികൾ വരച്ച ഒരു പെയിൻറ്റിങ്, ഫാമിലി ഫോട്ടോ അല്ലെങ്കിൽ നല്ല ഒരു മൊമെൻ്റ് ഉള്ള ഒരു ചിത്രം, ഇവയെല്ലാം തന്നെ നല്ല രീതിയിൽ ഫ്രെയിം ചെയ്ത് ചുമരിൽ തൂക്കാം. കരകൗശലത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രൂട്ട് ബാസ്ക്കറ്റ് പോലെയുള്ളവ നമുക്ക് തന്നെ നിർമ്മിച്ച് ഉപയോഗിക്കാം. സോഫ്റ്റ് ബ്ലാങ്കറ്റ്സ്, സോഫ്റ്റ് പില്ലോസ് ഇവയ്ക്കെല്ലാം കാമിങ് കളേഴ്സായ ലൈറ്റ് ബ്ലൂ, ബീച്ച്, വൈറ്റ് തുടങ്ങിയ കളേഴ്സ് ഉപയോഗിക്കാം. ഒരുപാട് കാശ് പൊടിക്കാതെ തന്നെ ഇതുമൂലം ഒരു റിസോർട്ട് ഫീൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 9. എക്കോ ഫ്രണ്ട്ലി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ഫീച്ചേഴ്സ്. വീട് നിർമ്മിക്കുമ്പോൾ കാറ്റും വെളിച്ചവും ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ടതാണ്. വീടിൻ്റെ ഓറിയൻറ്റേഷൻ ഇത് കണക്കിലെടുത്ത് പ്ലാനിങ് ചെയ്യണം. സൂര്യനും കാറ്റും നമ്മുടെ വീടിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള 2 വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. പഴയവ പുനരുപയോഗിക്കുക. ഫർണിച്ചർ, ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നിവയ്ക്ക് ക്വാളിറ്റി ഉറപ്പാക്കിയ പഴയ വസ്തുക്കൾ ഉപയോഗിക്കാം. റീക്ലെയിംഡ് ആയിട്ടുള്ള വുഡ്, ഗ്ലാസ്, മെറ്റൽ എന്നിവയ്ക്കെല്ലാം ഒരു റസ്റ്റിക് ആംബിയൻസ് നൽകാൻ സാധിക്കും. 10. മൾട്ടി ഫങ്ഷണൽ സ്പേസസ്. ഒരു മുറി ഒരു കാര്യത്തിന് മാത്രം എന്നുള്ള രീതി മാറ്റിവെക്കുക. മൾട്ടി ഫങ്ഷൻ ആയിട്ടുള്ള ആവശ്യങ്ങൾ മുൻനിർത്തി മുറികൾ പ്ലാൻ ചെയ്യുക. ഒരു ഗസ്റ്റ് റൂം നിങ്ങൾക്കുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അതൊരു ഓഫീസ് റൂമായോ അല്ലെങ്കിൽ ഒരു ജിം സ്പേസ് ആയോ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത് അനാവശ്യ സ്ഥലങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കില്ല. ഒരു ഉദാഹരണത്തോടു കൂടെ നമുക്ക് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. നമുക്ക് 7 സെൻറ്റിൽ ഒരു സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക. 20 ലക്ഷമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ 20 ലക്ഷം കൊണ്ട് നമ്മൾ വീട് പണിയാൻ നിൽക്കരുത്. നമ്മുടെ ഉദ്ദേശം ബജറ്റോട് കൂടിയ ഒരു റിസോർട്ട് ടൈപ്പ് വീടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും സൈറ്റിൽ ചെയ്യേണ്ടി വരും. സ്ഥലം വൃത്തിയാക്കി തറ ലെവലാക്കുക, കാറ്റ് കയറും വിധം മതിൽ പണിയുക, കുടിവെള്ളത്തിനായി കിണർ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ നിർമ്മിക്കുക. ഇവയ്ക്കെല്ലാം വേണ്ടി ഒരു തുക മാറ്റിവെക്കണം. അതിനൊരു 4 ലക്ഷമാണെന്ന് വയ്ക്കുക. മുൻപ് പറഞ്ഞതുപോലെയുള്ള ലോൺ, വാട്ടർ ബോഡീസ്, ഷെയ്ഡഡ് ആയിട്ടുള്ള നാച്ചുറൽ മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയ ഗസീബോ പോലെയുള്ള ഔട്ട്ഡോർ സിറ്റിംഗ് സ്പേസ്, ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് കണക്ട് ചെയ്യുന്ന സ്റ്റോൺ അല്ലെങ്കിൽ ഗ്രാവൽ പാത്ത് ഇവയ്ക്കെല്ലാമായി 1 ലക്ഷം മാറ്റിവെക്കാം. ബാർബിക്യൂ സ്പേസ്, ക്യാമ്പ് ഫയർ, ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഔട്ട്ഡോർ കിച്ചൺ, മിനി പ്ലേ ഗ്രൗണ്ട്, ഔട്ട്ഡോർ ജിം ഏരിയ ഇവയ്ക്കെല്ലാമായി 1 ലക്ഷം കണക്കാക്കാം. ഇനി 1 ലക്ഷം മെയിൻ്റനൻസിനോ അധിക തുക ഏതെങ്കിലും വിഭാഗത്തിൽ വന്നാലോ സേഫ്റ്റിക്ക് വേണ്ടി മാറ്റിവെക്കാം. ബാക്കി വരുന്ന 13 ലക്ഷം കൊണ്ടാണ് നമ്മൾ വീട് പണിയേണ്ടത്. സാധാരണഗതിയിൽ നമുക്കിത് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. പല എതിർപ്പുകളും പല ഭാഗത്തു നിന്നും ഉണ്ടാകും. പക്ഷേ വലിയൊരു വീട് വെച്ച് കഷ്ടപ്പെട്ട് കഴിയുന്നതിനേക്കാൾ സന്തോഷം ഇതുപോലെ ഒരു ചെറിയ വീട് വെക്കുന്നത് മൂലം ആ വീട്ടുകാർക്ക് കിട്ടും. വീടിൻ്റെ ഡിസൈനിൽ നിങ്ങൾ കൂടെ ഭാഗമാകുമ്പോഴാണ് അത് നിങ്ങളുടെ വീടാകുന്നത്. അല്ലെങ്കിൽ അത് താമസിക്കുന്ന ഒരു കെട്ടിടമായി മാറും. മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.